ഹലോ അസ്സാം വലൈക്കും. ഇതൊക്കെ എല്ലാവരും വിശേഷങ്ങളും സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖം കേട്ടോ, അൽഹംദുലില്ലാ. അപ്പം ഇന്ന് കുറച്ച് വിരുന്നേരൊക്കെ ഉണ്ട്. വിരുന്നേര് എന്ന് പറഞ്ഞാൽ നമ്മളെ യോഗ ടീമിൻ്റെ കുറച്ച് ആൾക്കാരാണ് കേട്ടോ. എൻ്റെ കുഞ്ഞാണി യോഗക്കൊക്കെ പോയിൻ്റെ ആളല്ലേനാ, അപ്പോൾ വീട്ടിലായില്ലേ. അപ്പോൾ ഓല് കാണാൻ വേണ്ടി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഒരു ദിവസം ചായ ഒക്കെ ഉണ്ടായിക്കാണ്ട് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളെന്നും പറയുന്ന മാതിരി നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ മക്കളെ. ആടം ഭാഷയിൽ വന്നിട്ടുണ്ട്. ഞാൻ പൂമാള വീട്ടില് ഇന്നത്തേക്കുള്ള ഫുഡാണ്. റിസു പഴുത്ത മാങ്ങാണാ. എന്താ സ്മെല്ലേ. കുറച്ച് വെയിലത്ത് കൊണ്ടിടാം. കറി വെക്കാനും കുടി പോയപ്പോ ആങ്ങളെ കാണാൻ വേണ്ടി പോയതാണ്. ദിവസം കാണാൻ ഞാൻ ഒരു പൊറുതേടാണ്. ഇന്നലെ വൈകുന്നേരം ഇവിടെ ഒന്ന് പോയതാണ്. എന്നാലും ഇന്നത്തെ വിവരം അറിയാൻ വേണ്ടി ഒന്ന് പോയി. അപ്പം 4 മുരിങ്ങാക്കായ് മൂക്കണുള്ളൂട്ടാ. അപ്പോൾ അതെടുത്തും കൊണ്ട് പോന്നു കറിയൊക്കെ. അപ്പോൾ പരിപ്പും മുരിങ്ങാക്കായും കൂടി കറിയൊക്കെയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പിന്നെ പച്ചക്കറി ഒക്കെ വെക്കുമ്പോൾ ചീഞ്ഞ മുളകൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെയിലത്തിട്ട് ഉണക്കി അതിന് 4 എടുത്തു കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ചെറിയ മാങ്ങ അതൊക്കെ കുട്ടികളുള്ളടത്തൊക്കെ നല്ല രസമാണ്. കുട്ടികളല്ല, ഈ ഉമ്മാക്ക് പ്രത്യേകിച്ച് രസമാണ്. ഞാൻ രണ്ടാമത് തിന്നുമ്പോൾ ഷുഗർ മരുന്ന് വാങ്ങണ്ടേന്ന് ചോദിച്ചു. തിന്നാനയക്കൂല, കാണാതെ തിന്നണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പം നമ്മളിതാ കറിയും ചോറൊക്കെ ഉണ്ടാക്കട്ടെ. അത് പാകത്തെ മൂപ്പിലെ അത്ര മൂപ്പാണ്. പറ്റ ചെള്ളു കൊടുത്തിട്ട് എത്താ. നാളിപ്പോൾ ഇവിടെ അറുത്തിട്ടിൻ്റെ ആങ്ങള കുഞ്ഞാപ്പ് പറഞ്ഞ ഓൻ ഇങ്ങനത്തെ കുറേ ഓൾ പറയുന്നുണ്ട് സായിന ഇങ്ങനത്തെ കുറേ കൊടുന്നേക്കണേ. എത്തിനാ പറ്റായല്ല വെക്കൊക്കെ ചെയ്യും. പക്ഷെ അത്ര മൂക്കാത്ത കൊടുന്നാലും രസമൊന്നും ഉണ്ടാവില്ല. നല്ല മൂപ്പ് കയറിയാലും രസം ഉണ്ടാവില്ല. കടയിലൊക്കെ നല്ല വിലയാണല്ലേ. എൻ്റെ മോളൂസിന് ഭയങ്കര കാര്യം കേട്ടോ. അപ്പം അതുകൊണ്ടപ്പം ഞാൻ പോയി കൊണ്ടുവന്നേ തന്നെ. ഓൾക്ക് മുരിങ്ങാക്കായി എങ്ങനെ ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ്. തോരൻ വെച്ചാലും വെറും മുരിങ്ങാക്കായും തക്കാളി ഇട്ട് കറി വെച്ചാലൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ സ്നേഹിതന്മാരൊക്കെ വന്നു പോയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. കുറേ ആയി കേട്ടോ ഓല് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറേ ആയി ഓൽക്കും തന്നെ ഓരോരോ അതൊന്ന് കഴിഞ്ഞാൽ നേരത്തെ വീട്ടിൽ നിന്ന് പോരുന്നതല്ലേ. അപ്പോൾ ആ യോഗ കഴിഞ്ഞാൽ പിന്നെ ഓരോ ചുറ്റുപാടും കാര്യമായിട്ട് വരാൻ ഇട കിട്ടിയിട്ടില്ല. അപ്പോൾ ഓല് കിട്ടിയ സമയത്ത് വന്നതാണ്. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഓല് വന്നത്. നമ്മളെ വീട്ടിലേക്ക് വന്ന് കണ്ടല്ലോ. ഭയങ്കര കാര്യമായിട്ടാണ്. നല്ലൊരു ഇതിൽ സംസാരവും കാര്യമൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലൊരു ആശ്വാസമാണ് അങ്ങനത്തെ സംസാരമൊക്കെ ഉണ്ടാവുമ്പോൾ. അവിടെ കാര്യമായിട്ട് ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അവിടെ യോഗ കഴിഞ്ഞാൽ സാധാരണ അവർക്കൊരു മുട്ട പുഴുങ്ങിയതും ചായയും അവിടെ തന്നെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യണതുണ്ടാവും. അപ്പോൾ ആ മുട്ട പുഴുങ്ങിയതും ചായയും പിന്നെ കുടിച്ചിട്ടാണ് ഓല് വന്നത്. എന്നാലും നമ്മളെ വീട്ടിൽ വരുമ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ ഒരു വെള്ളം കലക്കി കൊടുക്കേണ്ട ഒരു അത്ര രാവിലെ അത് ശരിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടോ. അതിക്ക് ബിസ്ക്കറ്റാണ് വെച്ച് കൊടുത്തത്. അത് കുടിച്ച് കാണാണ് ഓല് പോയിട്ട്. അതന്നെ കാൽ ചായന് ആവശ്യമില്ല, ഞങ്ങൾ ചായ അടിച്ച് വരില്ലേ എന്നൊക്കെ പറഞ്ഞു. ഇത് തൊടരുതിട്ടാ, എരിവ് ഭയങ്കര എരിവാണേ. ആ ഇതിക്ക് തൊള്ളിയിടും ഇവിടെ വെച്ചാല് ഇതല്ല കൊഞ്ഞാടൂലല്ലോ. ഇത് പൊയ്ക്കഞ്ഞ മാങ്ങ കഴുകി കൊണ്ടിട്ട് അടങ്ങിക്ക്. എൻ്റെ അമ്മ ഒന്നുകൂടി കടിക്ക. അപ്പോൾ ഓലൊക്കെ വന്ന് പോയി. അപ്പോൾ പിന്നെ ഓല് കുടിച്ച ചായ ഗ്ലാസ്സൊക്കെ എടുത്തുകാണ് മൂറയൊക്കെ ഇട്ട് പൊട്ടുന്ന ഗ്ലാസ് അല്ലേ ഓൻ്റെ ഇടയിൽ. അത് പിന്നെ വരുന്നവർക്ക് ചായ എടുക്കാൻ ഗ്ലാസ് ഉണ്ടാവില്ല. അപ്പം അത് മൂറി എടുത്തേക്കാണ്. ഒരു ചായ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ ഓരോ ഗ്ലാസ് കാൽ ചായ അല്ലേ കൊടുത്തത്. അപ്പോൾ അതൊക്കെ മൂറി എടുത്തേക്കാണ്. എനിക്ക് ഇത് വേണോ? ചെറുതാളാ വേണ്ടേ?
ഇവിടെ ഇരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ കുറ്റും അവിടെ ഇരുന്നോ. തെങ്ങളൊന്ന് വെള്ളം ഇറക്കണം, ഞാൻ ഈമ്പീറ്റ് ഇപ്പിച്ച് വെള്ളം ഇറക്കുക. ഭയങ്കര രസമല്ലടി ഇത്, ഒരു സ്മെല്ല് മതി. ഞങ്ങൾ നാളെ ഒരു ദിവസമേ നാളെ ദിവസമല്ല ഇവിടുത്തെ അയൽവാസിൻ്റെ പെരയിൽ കല്യാണം ഉണ്ടായി കേട്ടോ. ആ മോളെ കെട്ടിച്ചു കൊടുത്ത് കല്യാണത്തിന് ചേട്ടാ. അപ്പോൾ പാറക്കണ്ണീരുണ്ട് മാങ്ങ, ഇതേപോലത്തെ മാങ്ങയും പിന്നെന്താ ചക്കയും പഴുത്ത ചക്കയും ഒക്കെ കൂട്ടാക്കി വെച്ചേക്കണ്ട പാറക്കണ്ണിയിലെ കൂടിയാണല്ലോ കൊന്നോട്ട് പോവുക. അപ്പോൾ പിന്നെ കല്യാണത്തിന് പോവാണ് കഴിഞ്ഞ 27-ാം തീയതി. അപ്പോൾ ഞാൻ പോരുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വാങ്ങണ്ട്, പിന്നെ അവിടെ വണ്ടി നിർത്തണം എന്ന് പറഞ്ഞു കേട്ടോ. അയൽവാസിൻ്റെ വണ്ടി തന്നെയാണ് പോണതോ, അവിടെ നിർത്തണം എന്ന് പറഞ്ഞു. എന്തിനു ചോദിച്ചു എന്നോട് കേട്ടോ. അപ്പം ഞാൻ ആ ചെറിയ നാടൻ മാങ്ങ കണ്ടില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ സ്മെല്ല് മതി പറഞ്ഞു കേട്ടോ. അതിലേ അങ്ങനെ വല്ല വണ്ടി സ്ലോ ആക്കി കണ്ടിരുന്നു. വണ്ടിയാണ് വിട്ടുവിട്ടാ നിർത്താതെ. ഞാൻ പറഞ്ഞത് എനിക്ക് വാങ്ങണം, ഒരു 10 റുപ്യക്കെങ്കിലും വാങ്ങണം. 10 റുപ്യക്ക് ചോദിച്ചിട്ടോ കേട്ടാ. ആ 10 റുപ്യക്ക് ഇപ്പോഴത്തെ പൂതിക്ക് ഒരു 10 റുപ്യക്ക് വാങ്ങിയാൽ മതിയല്ലോ പറഞ്ഞു. അതിൽ കുറച്ച് കഴിഞ്ഞോട് പറഞ്ഞു ആ വണ്ടീൻ്റെ ബാക്കൊക്കെ നോക്കാനേ പറഞ്ഞു ഡ്രൈവറേ. അതിൽ ഞാൻ മറിഞ്ഞു നോക്കി, അപ്പോൾ ഒരു കീസ നിറച്ച് ഇതേപോലത്തെ മാങ്ങ ഓലെ വീട്ടിലുണ്ട്. അപ്പോൾ നേരം വിളിച്ച് നീച്ചക്കാട് പൊറുക്കി വെക്കണമല്ലോ, പൂതിയുള്ളവർ കൊണ്ടുവരാൻ പറഞ്ഞവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ് പറഞ്ഞു. അപ്പോൾ ആ കീസ നമുക്ക് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഇതുണ്ടായിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ അവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഇത്ര പൂതില്ല ഞാനറിയില്ലല്ലോ പറഞ്ഞു. അപ്പം അങ്ങനെ കിട്ടിയെന്ന് പറയാം. ഇത് വേണോ? ഓനെന്താ സാപ്പണ്ണും കൊണ്ടൊക്കെ പോവാങ്ങ ഞാനേ. അതൊന്നും അളവില്ല, കഷ്ണം മുറിച്ച് വെച്ചാൽ ആവശ്യം ഉണ്ടാകുമ്പോൾ വന്നാണ് കഴിച്ചോളും. മറ്റേ ഞാൻ ഓരോരോ പണിയിലാവുമ്പോഴേ കാര്യം മുറിച്ച് തരി അറിയാം. അണ്ടി ഞാനിട്ടോ ഫിറോസ് 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 ആർക്കതെ ചെറിയ കഷ്ണം കഴിക്കാം. മുരിങ്ങാക്കായി കിട്ടിയിരിക്കും, അടിപൊളി മുരിങ്ങാക്കായി. ഇജ്ജ് വന്ന് അന്ന് തന്നെ കിട്ടിയെന്നായി. ഇതൊന്നും കഴിക്കില്ലല്ലോ. അപ്പം ഞാൻ ഈ മാങ്ങയൊക്കെ ഒന്ന് തിന്ന് തീർക്കട്ടെ, പണികളൊക്കെ പിന്നെ അങ്ങനെ എടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക, വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.